ഇതാ ചീനി വേവിച്ചതും കുറച്ച് കക്ക ഇറച്ചിയും കൂടെ കഴിക്കാൻ പോവാന്നേ. വാ, നല്ല സൂപ്പർ ടേസ്റ്റ്. ആഹാ, അടിപൊളി. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്ക ഇറച്ചി ഫ്രൈ ആണ്. അപ്പോൾ ഇതാ കക്ക ഇറച്ചി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇത്തിരി മെനക്കെട്ട പണിയാണ്. ഇന്നിപ്പം ഞാൻ, മറിയാമ്മ ചേട്ടത്തി, എൻ്റെ ഇവിടുത്തെ ഇക്കാട് ഉമ്മ, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇത് തയ്യാറാക്കുന്നത്. വളരെ ചെറുതാ സംഭവം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിനകത്തെ അഴുക്കൊന്ന് എടുത്ത് കളയണം. ഇതിനകത്തൊരു അഴുക്കുണ്ട്. ഇതാ ഉള്ളിൽ ചെന്നാൽ നമുക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്ത് കളയണം. ഇത് എങ്ങനെ ഒന്ന് ഞെക്കിയാൽ മതി. ഇതിനകത്തൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു കറുത്ത സാധനം പുറത്തോട്ട് വരും. അതങ്ങ് എടുത്ത് കളയുക. അപ്പം അങ്ങനെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. അപ്പം ഞാൻ ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി നല്ല ക്ലീനാക്കി കുറേ വട്ടം കഴുകി കേട്ടോ. കുറേ വട്ടം കഴുകി, എത്ര വട്ടം കഴുകിയെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. അതുപോലെ കഴുകിയിട്ട് ഇത്തിരി ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് വെച്ചിരുന്നു. 10 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും കഴുകി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചതൊന്ന് വേവിച്ചെടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ. കക്ക ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ 5 വിസിലാണ് ഇത് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളിയിലാണ് ഞാൻ വെക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇവിടെ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. മൂത്ത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. മൂത്തിട്ടുണ്ട്, നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളിയാണ് ഇത്തിരി കൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ കഴിവതും ചുവന്നുള്ളി എടുക്കുക, ചെറിയ ഉള്ളി എടുക്കുക. അല്ലെങ്കിൽ മാത്രം സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് വാടി വരട്ടെ. നല്ല മൂത്ത് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മാറ്റിയിട്ട് നടുക്കോട്ട് എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വേവിച്ചതെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടി ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ഇട്ടോളൂ. മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, എല്ലാം കൂടെ എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെക്കണേ, കരിഞ്ഞു പോകും. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടിയുടെ മണമൊക്കെ മാറിയിട്ടുണ്ട്, പച്ചമണം. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചേക്കുന്ന കക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഈ മസാലയൊക്കെ കക്കയ്ക്കകത്തൊന്ന് പിടിക്കണം. അപ്പം അതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക്.
ഞാൻ ഇത് ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പിട്ടായിരുന്നു, ഷൂട്ട് ചെയ്യാൻ മറന്നു പോയതാണ്. അപ്പോൾ കക്ക നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് കക്ക ഇട്ട് കഴിഞ്ഞിട്ടിടണ്ട, അതിന് മുമ്പ് ഇട്ടാൽ മതി. ഇതിനെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ടതൊന്ന് നല്ല ഫ്രൈ ആക്കി എടുക്കാം. ആഹാ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. മതി, ഒരുവിധം ആയിട്ടുണ്ട്. ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഒന്നാമത് ചെറുതാണ്, അതിൻ്റെ കൂടെ ഇനി ഇത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് മതി, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ടേസ്റ്റി കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട്. കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇത് ഇഷ്ടമാണോന്നൊന്നുമില്ല കക്ക. അപ്പം ഇഷ്ടമുള്ളവരായാലും ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടായാലും വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും. വിത്ത് യുവർ പെർമിഷൻ ഞാൻ ചീനി വേവിച്ചതും കുറച്ച് കക്ക ഇറച്ചിയും കൂടെ കഴിക്കാൻ പോവാന്നേ. വാ, നല്ല സൂപ്പർ ടേസ്റ്റ്. ആഹാ, അടിപൊളി. അപ്പോൾ ഇത് ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. ബായ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.